മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല നാട്ടു മാങ്ങ, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ചു. നമ്മൾ പച്ചമുളക് മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കണം. അതിനൊരു വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി, കുറച്ച് ഇതിൽ നിന്ന് മാറ്റും. ഇത്രയും തേങ്ങ വേണ്ട. ഇത് 1 മുറി തേങ്ങയുണ്ട്. ജീരകം 1 സ്പൂൺ. ഇത്രയാണ് നമ്മൾ അരക്കണേ. നല്ല മഷി പോലെ അരച്ച അരപ്പ് നമ്മളിതിലേക്ക് ചേർത്തു. കട്ടയോ തരിയോ ഇല്ലാതെ അരയുന്നതിനെയാണ് മഷിപ്പരിവെന്ന് പറയുക. അരപ്പ് മുഴുവനായിട്ട് ചേർത്തു. ഇതിനകത്ത് നമ്മൾ തേങ്ങയുടെ കൂട്ടിനോടൊപ്പം തൈരും ചേർത്ത് അരച്ചിട്ടുള്ളതാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഈ കറിക്ക് ചേരുന്നത്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചെറിയ രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കറി താളിച്ചിടാം. ഉലുവ, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയും താളിച്ച് കറിയിലേക്ക് ഒഴിക്കും. അടച്ചോ. മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല നാട്ടു മാങ്ങ, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്.